തൃശൂരിലെ വോട്ട് കൊള്ളയിൽ ലഭിച്ച പരാതികളിൽ നിയമാനുസൃതം നടപടിയെടുക്കുമെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മീഡിയ വണ്ണിനോട്. കേസെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന പോലീസ് നിലപാടിന് പിന്നാലെയാണ് പ്രതികരണം. ഒരാൾക്ക് 2 ID കാർഡ് ഉണ്ടെന്ന് പരാതി ലഭിച്ചാൽ പരിശോധിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരിക്കുന്ന പാർട്ടിക്കായി പ്രവർത്തിക്കുന്നുവെന്ന വിമർശനത്തിനോട് മറുപടി പറയാനില്ല എന്നും രതൻ കേൽക്കർ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള പരാതികളിൽ നമുക്ക് പറയാനുള്ളത് നമ്മുടെ എല്ലാ പ്രക്രിയ നിയമാനുസൃതം മാത്രമാണ്. നിയമാനുസൃതമുള്ള എല്ലാ ആക്ഷൻസ് ഇലക്ഷൻ കമ്മീഷൻ എടുത്തിരിക്കും. ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് നിയമാനുസൃതം ഒരാൾക്ക് ഒരു വോട്ടേ ഉണ്ടാകാൻ പാടുള്ളൂ. ഒരു വോട്ടേ അദ്ദേഹത്തിന് ആ ആൾക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതാണ് നിയമം. അതനുസരിച്ച് മാത്രമായിരിക്കും ആക്ഷൻസ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. നിയമാനുസൃതമുള്ള എല്ലാ കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിയമാനുസൃതം ഇല്ലാത്ത ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ആക്ഷൻ എടുത്തിരിക്കും. സാജിദ് അജ്മലുണ്ട് വിവരങ്ങൾ നൽകാനായി. സാജിദ്, പ്രധാനമായും സാജിദ് ചോദിച്ചൊരു ചോദ്യമാണ്. അതായത് തൃശ്ശൂരിലെ വോട്ട് കൊള്ളയിൽ ലഭിച്ച പരാതികളുടെ നടപടിയെക്കുറിച്ചാണ് സാജിദ് പ്രധാനമായും ചോദിച്ചത്. പക്ഷെ അദ്ദേഹം അതിന് കൃത്യമായ ഒരു മറുപടി നൽകാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ സാജിദിന് മനസ്സിലായ കാര്യങ്ങൾ എന്താണ് ശരിക്കും? അജി, തൃശ്ശൂരിലെ ഈ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഈ പ്രക്രിയയുടെ ഭാഗമായി തന്നെ വ്യാജമായി ID കാർഡ് നിർമ്മിച്ച ആളുകളുണ്ട്, ഇരട്ട വോട്ടുള്ള ആളുകളുണ്ട്. അതിൽ അവിടുത്തെ സ്ഥാനാർത്ഥിയായി പിന്നീട് വിജയിച്ച് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ കുടുംബത്തിന് പോലും 2 ID കാർഡ് ഉണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരനും സഹോദരന്റെ ഭാര്യയ്ക്കും 2 ID കാർഡ് ഉണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. ആദ്യം അദ്ദേഹത്തോട് ഈ പരാതിയിൽ കമ്മീഷൻ എന്തെങ്കിലും നടപടി എടുത്തോ എന്ന് ചോദിച്ചപ്പോൾ കമ്മീഷൻ നിയമാനുസൃതമാണ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തത്, കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് നമ്മൾ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് ഈ ഇരട്ട ID കാർഡ്, അതായത് ഒരു വ്യക്തിക്ക് 2 എപ്പിക് നമ്പറിൽ ID കാർഡ് ഉണ്ടാവുക എന്നുള്ളത് നിയമവിരുദ്ധമല്ലേ, അത്തരം കാര്യങ്ങളിൽ എന്ത് നടപടി സ്വീകരിക്കും എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം അത്തരം പരാതികൾ ലഭിച്ചു കഴിഞ്ഞാൽ നടപടി എടുത്തിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സുരേഷ് ഗോപിക്കെതിരെ നേരത്തെ മുൻ MP കൂടിയായ TN പ്രതാപൻ പരാതി നൽകിയിരുന്നു. കോൺഗ്രസിന്റെ നേതാവെന്ന നിലയ്ക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ ആ പരാതി പോലീസ് സുരേഷ് ഗോപിക്കെതിരെ നടപടി കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടപടി സ്വീകരിക്കേണ്ടത് എന്നാണ് പോലീസിന്റെ വാദം. അതിനുശേഷം ആ പോലീസിന്റെ ആ വാർത്തയ്ക്ക് തൊട്ട് ശേഷമാണ് ഞാൻ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ കാണുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നമ്മോട് പറഞ്ഞത് ഈ ആദ്യം ചെയ്ത കാര്യങ്ങൾ എല്ലാം തന്നെ നിയമാനുസൃതമാണ്, നിയമാനുസൃതം മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഇരട്ട ID കാർഡ് നിർമ്മിച്ചത് അടക്കമുള്ള കാര്യങ്ങളിൽ പരാതി ലഭിച്ചു കഴിഞ്ഞാൽ നടപടി എടുത്തിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് ഇനി ഇത്തരം പരാതികൾ കൂടുതലായി പോകാനുള്ളൊരു സാധ്യത കൂടി നമ്മൾ കാണുന്നുണ്ട്. അതിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നിർണായകമായ റോൾ കൂടി ഈ വിഷയത്തിലുണ്ട്. അതിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുക, അതിൽ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഇരട്ട ID കാർഡ് വന്നത്, അതോടൊപ്പം തന്നെ ഈ ഇരട്ട ID കാർഡ് നിർമ്മിച്ചത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അത് കണ്ടെത്തണമെങ്കിൽ ഒരു പക്ഷേ പോലീസിന്റെ കൂടി സഹായം വേണ്ടിവരും. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പോലീസിന് ഇത്തരം ഒരു നിർദ്ദേശം നൽകുമോ എന്നുള്ളതെല്ലാം തന്നെയാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ബീഹാറിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ചട്ടുകമായി പ്രവർത്തിക്കുകയാണ് എന്നൊരു വിമർശനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് താൻ ഒന്നും പ്രതികരിക്കുന്നില്ലെന്നും നിയമാനുസൃതം ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ, അത്തരം പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഈ SIR നടപ്പിലാക്കുമ്പോഴും പരാതിരഹിതമായി കൊണ്ട് നടപ്പിലാക്കും എന്നുള്ളത് കൂടിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മീഡിയ വണ്ണുമായി സംസാരിച്ചത്. അജി, ഒപ്പം തന്നെ സാജിദ്, SIR കേരളത്തിലും നടപ്പിലാക്കുമ്പോൾ ഒട്ടനവധി ആശങ്കകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒന്ന് ദൂരീകരിക്കാൻ വേണ്ടിയാണോ അദ്ദേഹം തന്നെ നേരിട്ട് അട്ടപ്പാടിയിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതാണ്?
അജി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SIR-മായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെതായ ഒരു ഉത്തരവ് ഇതുവരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ആശങ്ക നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ സർക്കാരുമായോ ഇല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുമായോ ഒരു ചർച്ച നടന്നിട്ടില്ല. 20-ാം തീയതിയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചിരിക്കുന്നത്. അതിൽ ആയിരിക്കും ഈ കാര്യങ്ങൾ വിശദീകരിക്കുക. അതിനു മുൻപ് തന്നെ ഈ നടപടിക്രമങ്ങൾ തുടങ്ങി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇന്നലെ ആനവായി, ചിണ്ടക്കി ഊരുകളിലേക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ നേരിട്ടെത്തി 2002-ലെ വോട്ടർ പട്ടികയും ഏറ്റവും അവസാനം ഉള്ള വോട്ടർ പട്ടികയും താരതമ്യം ചെയ്ത് ആളുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ SIR ഗെറ്റ് റെഡി ടു SIR എന്ന ഒരു ക്യാമ്പയിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് ഓരോ വീടുകളിലും കയറി ആളുകളുടെ ആശങ്ക പരിഹരിക്കാൻ വേണ്ടി കോളേജ് വിദ്യാർത്ഥികളെയും മറ്റ് സന്നദ്ധ സംഘടനകളെയും എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ്. ഇതിന്റെ ഉദ്ഘാടനവും ഇന്നലെ കഴിഞ്ഞു. ഇത് വലിയൊരു പബ്ലിസിറ്റി നൽകാതെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം ഒരു നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്നലെ നമ്മൾ മുഴുവൻ സമയവും ഈ പ്രക്രിയയുടെ ഭാഗമായി അതിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇതിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ആ സ്ഥലത്തെ BLO, അതുകൂടാതെ തെരഞ്ഞെടുപ്പിന്റെ മറ്റു ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം തന്നെ പോയി ഈ 2 തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പരിശോധിക്കുകയും ഇതിൽ ആളുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയുമാണ്. ഈ 2002-ന് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകളും ഇനി പുതുതായി വോട്ടർ പട്ടികയിൽ ചേരാനുള്ള ആളുകളെല്ലാം തന്നെ അവരുടെ ഈ അഫിഡവിറ്റ് തയ്യാറാക്കി നൽകുകയും അവരുടെ രേഖകൾ ഹാജരാക്കുകയും ചെയ്യേണ്ടി വരും. അജി, ശരി, സാജിദ് അജ്മലാണ് വിശദമായി തന്നെ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.